وصحبه بعد. أعوذ بالله من الشيطان الرجيم. وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون سواء عليهم أستغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖിനാൽ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് നമ്മുടെ വിശുദ്ധ ഖുർആൻ പഠനം പുനരാരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ചെയ്ത ഓരോ നന്മകളും നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റമദാൻ കഴിഞ്ഞു. പുതിയ ഒരു ജീവിതം എന്നുള്ളത് റമദാനിലേതുപോലെ തുടർത്തുമ്പോൾ മാത്രമാണ് ഈ കഴിഞ്ഞ റമദാൻ നമുക്ക് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് എന്തെല്ലാം നന്മകൾ നമ്മൾ റമദാനിൽ ചെയ്തിട്ടുണ്ടോ ആ നന്മകൾ തുടർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് എന്ന് പറയുന്നത് അദ്വമുഹ, അത് സ്ഥിരമായി ചെയ്യുന്നതാണ്. വഇൻ ഖല്ല, അത് എത്ര ചെറുതാണെങ്കിലും ശരി സ്ഥിരമായി ചെയ്യുന്നുണ്ടോ അത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ രാത്രി സുദീർഘമായി നമസ്കരിച്ചു. അത് തുടർത്തി കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കും. പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നോമ്പെടുത്തു. അത് തുടർത്തി കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് 6 നോമ്പുകളായി, തിങ്കളും വ്യാഴവും നോമ്പുകളായി, അയ്യാമുൽ ബീദിന്റെ നോമ്പുകളായി തുടർത്തി കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യും. വിശുദ്ധ ഖുർആൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്തു. ആ ഖുർആനുമായി അതേ ബന്ധം നമുക്ക് ഇനിയും പുലർത്താൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും സ്വീകാര്യമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള അമലായി ആ വിശുദ്ധ ഖുർആൻ പാരായണം മാറുമെന്നുള്ളതാണ്. സ്വതക്കകൾ ധാരാളം കൊടുത്തു. അത് തുടർത്താൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ചെറുത്, ഒരു ദിവസം 1 ദിർഹമെങ്കിലും അല്ലെങ്കിൽ ഒരു 50 ഫിൽസെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരന്തരമായി കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനകളിൽ, അള്ളാഹുവുമായിട്ടുള്ള അടുത്ത ബന്ധങ്ങളിൽ, ദിക്റുകളിൽ, ദുആകളിൽ ഒക്കെ നമ്മൾ മുഴുകിയിട്ടുണ്ട്. അത് ഇനിയും തുടർത്താൻ കഴിഞ്ഞാൽ, ആ ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ ചേർത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി നാളെ പാരത്രിക ലോകത്തൊന്നും ഉണ്ടാകും. അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള, ഏറ്റവും ഇഷ്ടമുള്ള അമലായി അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തുടർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ റമദാനിലെ ഈമാനും തഖ്വയും അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി നിരന്തരമായി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ആ ഒരു അന്തരീക്ഷം നിരന്തരമായി ജീവിതത്തിലുടനീളം കൊണ്ടുപോകാനുള്ള തൗഫീഖിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മഹാന്മാരായ സ്വഹാബാക്കൾ അവർ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് 6 മാസക്കാലം അവർ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം ഞങ്ങളെ റമദാനിലെ നോമ്പുകൾ, ഞങ്ങളുടെ റമദാനിലെ സ്വതക്കകൾ, ഖുർആൻ പാരായണം, രാത്രി നമസ്കാരങ്ങൾ, മറ്റു ആരാധനാ കർമ്മങ്ങൾ, ദിക്റുകൾ, ദുആകൾ എല്ലാം നീ എന്നിൽ നിന്നും കബൂൽ ചെയ്യണമെന്ന നിരന്തരമായ പ്രാർത്ഥന 6 മാസക്കാലം സ്വഹാബാക്കൾ തുടർന്നിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്നുള്ള ആ ഒരു മെന്റാലിറ്റി അത് റമദാനികളുടെ മാത്രം സ്വഭാവമാണ്. അള്ളാഹുവിന്റെ ആൾക്കാരുടെ സ്വഭാവം റമദാനും അല്ലാത്തപ്പോഴും ഒരുപോലെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് റമദാനിന്റെ ആളുകൾ ആകാതെ അള്ളാഹുവിന്റെ ആളുകളാകാൻ നമ്മൾ പരിശ്രമിക്കുക. എങ്കിൽ റമദാനിൽ ചെയ്ത നന്മകൾ തുടർത്താൻ നമുക്ക് കഴിയും. അള്ളാഹുവിനോട് നിരന്തരമായി അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക.
അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയുക, പിശാചിനെ അള്ളാഹു കെട്ടഴിച്ചു വിട്ടിട്ടുണ്ട്. അവനവന്റെ കുതന്ത്രവുമായി ഇനിയും നമ്മളുടെ അരികിലേക്ക് വരും. പഴയ തിന്മകൾ ആവർത്തിക്കാൻ വേണ്ടി അവൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവൻ നമുക്കതിന് ദുർബോധനം നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സുകളിൽ തോന്നലുകൾ ഇട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ മൊബൈൽ ഫോണുകൾ എടുക്കുമ്പോൾ പണ്ട് കണ്ടിരുന്ന അതേ തിന്മകൾ, അതേ ഹറാമുകൾ അതിലേക്ക് നമ്മുടെ കൈകൾ ഓടിക്കാൻ, സ്ക്രോൾ ചെയ്യാൻ വേണ്ടി അത് വെമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കും. അത് പൈശാചികതയാണ് എന്ന് മനസ്സിലാക്കി അവൻ കട്ടടിച്ച് എൻ്റെ അരികിൽ വന്ന് കുതന്ത്രം നടത്തുകയാണെന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുവിനോട് അവരിൽ നിന്ന് രക്ഷ ചോദിച്ച് ആ ഒരു ഈമാനികമായ തഖ്വയും ഉന്മേഷവും നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ മുഴുവൻ നന്മകളും കബൂൽ ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരുന്ന് ഒരുപാട് ഉറക്കം വിളിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. റയ്യാൻ എന്നുള്ള കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സൂറത്തുൽ മുനാഫിഖൂൻ, അതാണ് റമദാനിന്റെ മുമ്പ് നമ്മൾ എടുത്തു വന്നിരുന്നത്. മുനാഫിഖീങ്ങൾ ആരാണ് എന്നും എന്താണ് അവരുടെ സ്വഭാവമെന്നും ഒക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അവർ മദീനത്ത് വന്ന് കൂടിയ ഒരു വിഭാഗമായിരുന്നു എന്നും അവിടെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ പുറത്താക്കി അവിടെ ആധിപത്യം ഉണ്ടാക്കുകയും അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും പിന്നീട് ചെല്ലുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ 2 ഗോത്രക്കാരായിട്ടായിരുന്നു അവരുണ്ടായിരുന്നത്. അവർ തമ്മിൽ പ്രശ്നവും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുന്ന മുനാഫിഖിന്റെ നേതാവ്, അവൻ അതിലൊരു നേതാവായി വാഴുകയും പിന്നീട് അവനാണ് അവരുടെ എല്ലാമായി മാറുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അവിടെ എത്തുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവരും കുറച്ചാളുകളും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളാണ് എന്ന് പറയുകയും പരോക്ഷത്തിൽ ഇസ്ലാമിനെതിരെ കരുക്കൾ നിൽക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് ബനു മുസ്തലഖ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് അപവാദങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായി. അവരുടെ ഓരോ ചെയ്തികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയുണ്ടായി. അതൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് അവസാനം നമ്മൾ നിർത്തിയത് ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أن يؤفكون. അവിടെ വരെയാണ് നമ്മൾ നിർത്തിയത്. ജസ്റ്റ് അതിന്റെ കൂടി ഒന്ന് അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് പുതിയതിലേക്ക് കടക്കാം. ذلك തീർച്ചയായും, അന്നഹും ബിഅന്നഹും കാരണം അവർ, ആമനു അവർ വിശ്വസിച്ചു, സുമ്മ പിന്നീട്, കഫറു അവിശ്വസിച്ചു, ഫതുബിഅ അത് കാരണത്താൽ, ഫതുബിഅ എന്താണ് തുബിഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീല് വെക്കും, അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്ക് സീല് വെക്കും, ഫഹും ലാ യഫ്ഖഹൂൻ ഫഹും അവരാകട്ടെ ലാ യഫ്ഖഹൂൻ അവർ ഗ്രഹിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെട്ട ആളുകളായിട്ടായിരിക്കും അവരുണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഈമാനും ഖൈറും, അതായത് ഈമാനും നന്മയും എന്ത് എന്ന് അവർ ഗ്രഹിക്കുകയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈമാനും ഖൈറും പഠിപ്പിക്കുന്നത്. ആ നബിയിൽ നിന്ന് മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് കേൾക്കുകയും എന്നാൽ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ പോകുന്ന ഒരു വിഭാഗം ആളുകളായിട്ട് അവർ മാറും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദാ റഅയ്തഹും താങ്കൾ അവരെ കണ്ടാൽ, തുഅജിബുക താങ്കൾ ആശ്ചര്യപ്പെടുത്തും, അജ്സാമുഹും അവരുടെ ശരീരങ്ങൾ, വഇൻ യഖൂലു അവർ പറയുന്നുവെങ്കിൽ, തസ്മഅ താങ്കൾ കേൾക്കും, ലിഖൗലിഹിം അവരുടെ വാക്കുകൾ, കഅന്നഹും തീർച്ചയായും അവർ ഒരുപോലെയാണ്. ഏതുപോലെ? ഖുശുബുൻ നല്ല തടി, നല്ല തടികൾ പോലെയാണ്, മരത്തടികൾ പോലെയാണ് അവർ എന്നാണ്. മുസന്നദത്തുൻ ചാരി വെക്കപ്പെട്ട, യഹ്സബൂന അവർ വിചാരിക്കുന്നു, കുല്ല സ്വൈഹത്തിൻ എല്ലാ ഓരോ വിളികളും, അലൈഹിം അവർക്കു നേരെയാണ് എന്ന്, ഹും അവരാകുന്നു, അൽ അദുവ് ശത്രുക്കൾ, ഫഹ്ദറുഹും അവരെ നിങ്ങൾ സൂക്ഷിക്കുക, ഖാതലഹുമുല്ലാഹ് അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, അന്നാ യുഫകൂൻ അവർ എങ്ങനെയാണ് വഴിതെറ്റിപ്പോകുന്നത് എന്ന്.
അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ നല്ല ശരീരപ്രകൃതിയുള്ളവരാണ്, അവരെ കണ്ടു കഴിഞ്ഞാൽ ആശ്ചര്യം തോന്നുന്നവരാണ്, കണ്ടാൽ ഈമാനിന്റെ നിറകുടങ്ങളായി ഒരു പക്ഷേ നിനക്ക് തോന്നിയേക്കാം, അത്രക്ക് ഉള്ളവരാണ് അവരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത് കഅന്നഹും ഖുശുബും മുസന്നദ, ചാരിവെക്കപ്പെട്ട ഒരു മരത്തടി പോലെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്ന് ഈമാൻ എന്തെന്ന് കേൾക്കുമ്പോൾ, അതേപോലെ തന്നെ ഖൈറുകൾ നന്മകൾ എന്തെന്ന് കേൾക്കുമ്പോൾ അതവിടെ ഇരുന്ന് ഇരുന്ന് കേൾക്കുക എന്നല്ലാതെ ഈമാൻ പറയുന്ന അല്ലെങ്കിൽ ഒരു ദീനി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിൽ ഒരു മരത്തടി വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മരത്തടിക്ക് കിട്ടുന്ന ഉപകാരം? ഒരു ഉപകാരം ഉണ്ടാവില്ല. അതിങ്ങനെ ചാരിയിരിക്കുക എന്നല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു ഊർജം അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ഈമാനികമായിട്ടുള്ള ഒരു ഉണർവ് അതിന് കിട്ടുകയില്ല. എന്നതുപോലെയാണ് മസ്ജിദുൻ നബവിയിൽ അവരിയ്ക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഹദീസുകൾ കേൾക്കുന്നു, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കേൾക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയങ്ങളിലേക്ക് അത് ഇറങ്ങുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരാണ്. ഹുമുൽ അദു, അവരാണ് ശത്രുക്കൾ എന്ന്. എത്രത്തോളം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബ്നു കഅബും അവന്റെ കൂട്ടരും പിന്നെ റസൂലിന്റെ സദസ്സിൽ ഇരുന്ന് കേൾക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അബ്ദുല്ലാഹിബിൻ ഉബയ്യിബ്നു കഅബ് മരിച്ചിട്ട് മുനാഫിഖീങ്ങൾക്ക് നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വലിക്കുന്ന ചരിത്രം നമ്മൾ സൂചിപ്പിച്ചു. അവന് വേണ്ടി നമസ്കരിക്കരുത് റസൂലെ എന്ന് പറയുമ്പോൾ 70 തവണയാണെങ്കിലും ഞാൻ അവന് വേണ്ടി പാപമോചനം തേടുമെന്ന്, അതിലധികവും ഞാൻ തേടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതാര് കാണുന്നുണ്ട്? ബാക്കിയുള്ള മുനാഫിഖീങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് അവർക്കൊന്ന് മാറി ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഹുമുൽ അദു, അവരാണ് ശത്രുക്കൾ. ഫഹ്ദറുഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. അവിടെ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനക്ക് പുറത്തു നിന്ന് ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ട് എങ്കിൽ 1 മാസം മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂലിന് വിവരം കിട്ടും, ഇന്ന ഒരു ശത്രു വരുന്നുണ്ട് എന്ന്. എന്നാൽ ഇവർ മദീനക്കുള്ളിലായിരുന്നു, പ്രവാചകന്റെ കൂടെയായിരുന്നു, പ്രവാചകൻ എടുക്കുന്ന തീരുമാനങ്ങൾ അറിയുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഫഹ്ദറുഹും, നിങ്ങൾ അവരെ ശരിക്കും സൂക്ഷിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ കപട വിശ്വാസികളുടെ പ്രത്യേകതകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചു വരുന്നത്. അവരുടെ ശാരീരിക പ്രകൃതികൾ, അവരുടെ സംസാരങ്ങൾ ആളുകളെ വശ്യതപ്പെടുത്തുന്ന സംസാരങ്ങളായിരുന്നു. അത് നമ്മൾ സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബക്ക് വരുമ്പോൾ ആദ്യം അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു കഅബ് എണീറ്റ് നിന്നിട്ട് റസൂലിനെ വെൽക്കം ചെയ്തിരുന്നു എന്നുള്ളത്, സ്വാഗത ഭാഷണം നടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് മുനാഫിഖാണെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ പിടിച്ചിരുത്തിയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്രക്കും സംസാര വശ്യതയുള്ള ആളായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനിയും വേറെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. ഇനി അവരുടെ വേറൊരു വിഷയമാണ് ഇവിടെ പറയുന്നത്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വഇദ ഖീല എന്നുള്ളിടത്ത് വാവുൽ ഇസ്തിനാഫിയ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത ഒരു വിഷയം പറയുന്നതിന് വേണ്ടി. എന്താണ് അള്ളാഹു പറയുന്നത്? വഇദ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ് ലവ്വ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. വഇദ ഖീല ലഹും, വഇദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയാൽ, ഖീല പറയപ്പെട്ടാൽ, വഇദ ഖീല പറയപ്പെട്ടാൽ, ലഹും അവരോട് പറയപ്പെട്ടാൽ, തആലൗ നിങ്ങൾ വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, എന്തിനു വേണ്ടി? യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, യസ്തഗ്ഫിർ ഇസ്തിഗ്ഫാറിന് വേണ്ടി, അതായത് മഗ്ഫിറത്തിന് വേണ്ടി. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിത്റും അഫുവുമാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ സിത്റാണ്, അഫുവാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം മറക്കുകയും പൊറുക്കുകയും ചെയ്യും. അതാണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാപം മറക്കുകയും പൊറുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് പരലോകത്തെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളിൽ നിന്ന് പാപം മറക്കും, എന്നിട്ട് വിചാരണ നടത്തുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പരസ്യപ്പെടുത്തൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മറക്കുകയും എന്നിട്ട് അവനെ വിചാരണ നടത്തുകയും ചെയ്യുന്ന. ഇപ്പൊ മനുഷ്യന്മാര് തെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തന്നെ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ഇതൊന്നും റബ്ബ് കാണാതെ പോകുന്നില്ല, ഇതൊന്നും അള്ളാഹു അറിയാതെ പോകുന്നില്ല. എന്തുകൊണ്ട് ഇത് ബാക്കിയുള്ള ആളുകൾ അറിയുന്നില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മറക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു അത് മറക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഇനി അള്ളാഹുവിൽ നിന്ന് നമുക്കത് പുറത്തു കിട്ടേണ്ടതുണ്ട്. അതിന് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറക്കുന്നുണ്ട്. എന്തിനു പറയാം, നമ്മളെ വീട്ടിലുള്ള ഒരാൾ പോലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അറിയുന്നില്ല. ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഏറെയാണ്. കൂടപ്പറപ്പിങ്ങൾ പോലും, കൂടെ കിടക്കുന്നവർ പോലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അറിയാത്ത രീതിയിൽ രഹസ്യമായി, അത്രക്കും രഹസ്യമായി തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മളുണ്ട്. എന്തുകൊണ്ട് ഇത് നമ്മുടെ കൂടെ കറക്കുന്ന ഭർത്താവ് ഇതറിയുന്നില്ല, നമ്മുടെ മക്കൾ ഇതറിയുന്നില്ല? അള്ളാഹു അത് മറക്കുന്നു എന്നതുകൊണ്ട്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തോണ്ടര ഒരു പണിയില്ല, അള്ളാഹു അത് മറക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിത്റും അഫുവുമാണ്. അള്ളാഹു അത് മറക്കുന്നുണ്ട്, അത് പൊറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് പുറത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാർ നേടിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു പറയാണ്, പിന്നെ അവരോട് പറയപ്പെട്ടാൽ തആലൗ, നിങ്ങൾ വരൂ, യസ്തഗ്ഫിർ, പാപത്തിന് പിന്നെ പാപമോചനത്തിന് വേണ്ടി പിന്നെ നിങ്ങൾ വരൂ, ലക്കും, നിങ്ങൾക്ക് പാപമോചനത്തിനു വേണ്ടി റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ തേടുമെന്നാണ്. യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പാപമോചനത്തിനു വേണ്ടി തേടും. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? തആലൗ, നിങ്ങൾ വരൂ എന്ന് അള്ളാഹു പറയാണ്. ലവ്വൗ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരവസ്ഥ? ലവ്വൗ, അവർ എന്ത് ചെയ്യും? തിരിക്കും. ലവ്വൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിക്കും. റുഊസഹും, അവരുടെ തലകളെ, അവരുടെ തലകളെ അവർ തിരിക്കും. വറഅയ്തഹും, താങ്കൾക്ക് അവരെ കാണാം. വറഅയ്തഹും, താങ്കൾക്ക് അവരെ കാണാം. യസുദ്ദൂന, അവർ തടയുന്നവരായി. യസുദ്ദൂന, അവർ തടയുന്നവരായി. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുന്ന അവസ്ഥയിൽ. വഹും, അവരാകുന്നു, ഏതവസ്ഥയിലാകുന്നു? മുസ്തക്ബിറൂൻ, അഹങ്കരിക്കുന്ന അവസ്ഥയിൽ അവർ തടയുന്നവരായി നിനക്ക് കാണാൻ കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ രണ്ടു കാര്യങ്ങളാണ് അവരിൽ ഉണ്ടായതെന്നാണ്. തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നതിനു വേണ്ടി നിങ്ങൾ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഓരിൽ എന്തുണ്ടായി? രണ്ട് കാര്യങ്ങൾ ഉണ്ടായി. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, പിന്നെ അവർ എന്ത് ചെയ്യും? തല തിരിക്കും. ലവ്വൗ റൂസഹും, അവരെന്ത് ചെയ്യും? അവരുടെ തല തിരിക്കും. രണ്ടാമത്തെ കാര്യം, പിന്നെ അവരെന്ത് ചെയ്യും? വറഅയ്തഹും യസുദ്ദൂൻ, അവർ എന്ത് ചെയ്യും? പിന്നെ തടയുകയും ചെയ്യും എന്നാണ്. അവർ തടയും. എന്തിൽ നിന്ന് തടയും? ആരെ തടയും? അതിവിടെ പറഞ്ഞിട്ടില്ല. എന്തിൽ നിന്ന് തടയുമെന്നും ആരെ തടയുമെന്നും അതെന്ത് ചെയ്തിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യുന്നു? റസൂൽ ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടിയിട്ട് അവരോട് വരാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് രണ്ടവസ്ഥയുള്ളത്. ഒന്ന്, ഒരു മുഖം തിരിക്കും. രണ്ട്, ഒരു തടയും എന്നുള്ളതാണ്. ഏതവസ്ഥയിൽ അവർ തടയുന്നത്? അവർ അഹങ്കരിക്കുന്ന അവസ്ഥയിലാണ് തടയുന്നത്. ഈ ആയത്തിന് നമ്മൾ വായിക്കേണ്ടത്, ഈ ആയത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പിന്നെ റമദാനിന്റെ മുമ്പ് പറഞ്ഞതുപോലെ ബനൂ മുസ്തലഖ് യുദ്ധവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. നമ്മളത് പറഞ്ഞു, പിന്നെ വിശദമായി ഞാൻ വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ഒരു പിന്നെ ഇവരുടെ പിന്നെ ഒരു ഉപഗോത്രമായിരുന്നു. നമ്മൾ പറഞ്ഞപ്പെടുന്ന ഒരു 5-6 ഗോത്രങ്ങളായിട്ട് യമനിൽ ഇവരുണ്ടായിരുന്നു എന്നും അവരിൽ നിന്ന് 2 ഗോത്രമാണ് അവരെ അണക്കെട്ട് പൊട്ടുന്ന സാഹചര്യത്തിൽ മദീനത്തെത്തിയത്. ബാക്കിയുള്ളവർ ഇറാഖിലേക്ക് പോയി, ചിലർ മറ്റു നാടുകളിലേക്ക് പോയി. മക്കയുടെയും പിന്നെ ജുദ്ദയുടെയും ഇടയിലുള്ള സ്ഥലത്ത് പിന്നെ തമ്പടിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു പിന്നെ ഒരു ഗോത്രം. ആ ഗോത്രം രഹസ്യമായി മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഈ വിവരം റസൂൽ അറിഞ്ഞു. റസൂല് വിശ്വാസികളെയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് യുദ്ധം ചെയ്തു, വിജയിച്ചു. തിരിച്ചു പോരുന്നതിനിടയിൽ ഒരു മുഹാജിറായ സ്വഹാബിയും ഒരു അൻസ്വാരിയായ സ്വഹാബിയും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സംസാരങ്ങൾ ഉണ്ടായി. പിന്നെ ജസ്റ്റ് അടിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവരെ മുഹാജിരീങ്ങളെ എന്ന് വിളിച്ചു, അൻസാരികളെ എന്ന് വിളിച്ചു. രണ്ടുപേരും 2 ചേരിയായി നിന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു കഅബ് എന്ന് പറയുന്ന മുനാഫിഖിന്റെ നേതാവ് എന്തു പറഞ്ഞു? മുഹാജിറായിട്ടുള്ള സ്വഹാബിയാണ് അൻസാരി ആയിട്ടുള്ള സ്വഹാബിനെ അടിച്ചത്. അപ്പൊ ഇവിടെ ഈ സമയത്ത് പോയിട്ട് പറയാണ്, എന്ത്, നിങ്ങൾ ഇങ്ങനെ നായക്ക് തീറ്റി പോറ്റിക്കഴിഞ്ഞാൽ, ആ നായ തടിച്ചു കൊഴുത്തു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ തിരിച്ചു കടിക്കും, അങ്ങനെ നിങ്ങൾ ചെയ്തോളിട്ടോ എന്ന് പറയാണ് അൻസാരികളോട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നഊദു ബില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ സ്വഹാബികൾ, മുഹാജിരീങ്ങളായിട്ടുള്ള സ്വഹാബികളും
നിങ്ങൾ തീറ്റിപ്പോറ്റുന്ന നായകളാണ് എന്നും അവർ തടിച്ചു കൊഴുത്തി കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ തിരിച്ചു കടിക്കുമെന്നും അൻസ്വാരികളോട് ഒരു നായയോട് ഉപയോഗിച്ചിട്ട് പിന്നെ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ കഅബും കൂട്ടരും പിന്നെ പറയുകയുണ്ടായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ മദീനത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂട്ടർക്കും മുഹാജിരീങ്ങൾക്കും ചിലവിന് കൊടുക്കരുത് എന്ന് ആ പോരുന്ന യാത്രാമധ്യയിൽ അവർ സൂചിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് അപരാധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹാജിരീങ്ങളെയും കുറിച്ച് ഒരുപാട് അപരാധങ്ങൾ അവർ പറഞ്ഞു. ഇത് റസൂലിനോട് തന്നെ, അതായത് റസൂലിനെ തന്നെ അവർ അപമാനിക്കുന്ന ഒരു രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ ആരറിഞ്ഞു? അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞു. ഇനി എന്തു വേണം? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് മാപ്പ് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി മാപ്പ് തേടണം. അതിനു വേണ്ടി തആലൗ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് മാപ്പ് തേടുന്നതിനു വേണ്ടി, പാപമോചനം തേടുന്നതിനു വേണ്ടി, ആരോട്? അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിനു വേണ്ടി വരൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വരാൻ പറഞ്ഞത്? ഈ പണിയൊക്കെ എടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിനെയും മുഹാജിരീങ്ങളെയും പിന്നെ നായയോട് ഉപമിച്ച് തടിച്ചു കൊടുത്ത നായകളെ തീറ്റുപോറ്റി തിരിച്ചു കുത്തുന്ന പോലെ ഒരു തിരിച്ചു കുത്തും എന്നൊക്കെ പ്രവാചകനെയും സ്വഹാബാക്കളെയും അവഹേളിച്ചത് കാരണത്താൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ, ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരോപണം നടത്തിയത് കാരണത്താൽ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഇതൊക്കെ കാരണത്താൽ തആലൗ നിങ്ങൾ വരി, അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെല്ലി, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ പാപമോചനം തേട്, പുറത്തു തരാൻ വേണ്ടി മാപ്പ് ചോദിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് പാപമോചനം തേടും. അതിനു വേണ്ടി നിങ്ങൾ വരൂ എന്ന് അവരോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ലവ്വ റൂസഹും, അവരവരുടെ മുഖം തിരിക്കും. വറഅയ്തഹും യസുദ്ദൂൻ, അവരെ നിനക്ക് കാണാൻ കഴിയും. എന്ത്? യസുദ്ദൂന, അവർ തടയുന്നവരായി കൊണ്ട് നിനക്ക് കാണാൻ കഴിയും. വഹും മുസ്തക്ബിറൂൻ, അഹങ്കരിക്കുന്ന അവസ്ഥയിൽ അവർ തടയുന്നവരായി നിനക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. എന്ത് തടയുന്നു? അതായത് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് അവർ തടഞ്ഞിരുന്നു എന്നാണ്. ആരൊക്കെ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നോ അതിനൊക്കെ അപ്പുറത്തു കൂടെ പോയിട്ട് എന്ത് ചെയ്യും? പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന പണി ഈ മുനാഫിഖീങ്ങൾ എടുത്തിരുന്നു എന്നുള്ളതാണ്. അത് മാത്രല്ല, മുസ്ലിമീങ്ങൾ ജിഹാദിന് വേണ്ടി തയ്യാറാകുമ്പോൾ, യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദിലേക്ക് ഇറങ്ങുമ്പോൾ, അതേപോലെ തന്നെ ബദറിലേക്ക് ഇറങ്ങുമ്പോൾ, ഖന്തക്കിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ എന്ത് ചെയ്തു? ഇവർ വന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്തിരിപ്പിച്ചു. ഒരുപാട് മുസ്ലിമീങ്ങളെ അവർ പിന്തിരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ എല്ലാ കാര്യത്തിൽ നിന്നും അവർ തടഞ്ഞു എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വറഅയ്തഹും, നിനക്ക് കാണാൻ കഴിയും, യസുദ്ദൂന, അവർ തടയുന്നവരായി നിനക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഏതെല്ലാം കാര്യത്തിൽ നിന്ന് തടയാൻ പറ്റുമോ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? തടഞ്ഞു എന്നുള്ളതാണ്. അവർ അഹങ്കാരികളായി തലതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ഉണർത്തുകയാണ്. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റസൂലിന് മുഹാജിരിങ്ങൾക്ക് എടുത്തിട്ട് എന്നിട്ടും എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് മാപ്പ് തരാം, നിങ്ങൾ എന്ത് ചെയ്യണം? റസൂലിനോട് വന്ന് മാപ്പ് ചോദിക്കണം. എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ അതിനും അവരെന്ത് ചെയ്തില്ല? കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറ അല്ലാഹു ലഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. സവാഉൻ, തുല്യമാണ് എന്ത്? അലൈഹിം, അവരുടെ മേൽ, അസ്തഗ്ഫർത ലഹും, അസ്തഗ്ഫർത, താങ്കൾ പാപമോചനം തേടിയാലും, റസൂലിനോട് പറയാൻ, റസൂലെ താങ്കൾ പാപമോചനം തേടിയാലും, ലഹും, അവർക്ക് താങ്കൾ പാപമോചനം തേടിയാലും, അം അല്ലെങ്കിൽ, ലം തസ്തഗ്ഫിർ, പാപമോചനം തേടിയിട്ടില്ലെങ്കിലും, ലഹും, അവർക്ക്. അപ്പോ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? റസൂലെ നിങ്ങൾ അവർക്ക് പാപമോചനം തേടിയാലും, നിങ്ങൾ അവർക്ക് പാപമോചനം തേടിയിട്ടില്ലെങ്കിലും, ലൻ യഗ്ഫിറല്ലാഹു ലഹും, എന്താണ്? അള്ളാഹു പാപമോചനം നൽകുകയില്ല. ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്നുള്ള മാനയിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്യില്ല? പാപമോചനം നൽകുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്ന, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ,
ദുർമാർഗികളായിട്ടുള്ള ഫാസിഖീങ്ങളായിട്ടുള്ള ഒരു വിഭാഗത്തെ അള്ളാഹു എന്തിയില്ല, നേർമാർഗത്തിലാക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട് പറയാണ്, ലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു ഒരിക്കലും പാപം പുറത്തു തരൂല. റസൂലെ, നിങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടിയാലും തേടിയിട്ടില്ലെങ്കിലും സവാഅൻ തുല്യ. നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാലും അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും സവാഉൻ, അത് സമമാണ് എന്ന് പറയാണ്. ലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കൂല. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും കപട വിശ്വാസികൾ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഭർത്താവിനെ കുറിച്ച് ഒരു അവിഹിതമുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തായിരിക്കും അയാളോടുള്ള സമീപനം? എന്ത് സമീപനമായിരിക്കും അയാളോട്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെ കുറിച്ച് ഇല്ലാത്തൊരു അപവാദം കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ മക്കൾക്ക് ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് നമ്മളെ മക്കളെ കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് താങ്ങാൻ കഴിയില്ല. അത്രമാത്രം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയിട്ടാണ് നമ്മളെ മക്കളെ വളർത്തുന്നത്, അവരെ നമ്മൾ നോക്കിക്കാണുന്നത്, അവരുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ ആസ്വദിക്കുന്നത്. പക്ഷെ ആ മക്കളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ശരി, നമ്മൾ എത്ര അടുത്ത കുടുംബ ബന്ധമാണെങ്കിലും ശരി, പിന്നെ എങ്ങനെയായിരിക്കും നമ്മൾ അയാളായിട്ടുള്ള സമീപനം? അത്രമാത്രം അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയ പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരോപണം നടത്തിയ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുന്ന വ്യക്തി. അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ പിന്നെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിക്കെട്ട് മക്കത്തുനിന്ന് മദീനയിലേക്ക് വന്നതാണ്. അങ്ങനെ വന്ന് സ്വസ്ഥതയോടുകൂടി അവിടെയും നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പല യുദ്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് സഹാബാക്കളെ തമ്മിലടിപ്പിക്കുന്ന പണിയെടുത്താലേ എന്തായിരിക്കും? നമ്മളെ വീട്ടിലെ എല്ലാ സുഖ സൗകര്യത്തോടും കൂടി എല്ലാ ഐക്യത്തോടും സ്നേഹത്തോടും കൂടി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെയും മക്കളെയും അല്ലെങ്കിൽ നമ്മളെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന പണിയെടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും നമ്മൾ അയാളോടുള്ള പിന്നെ സമീപനം? അത്രക്കുള്ളിലിരുന്നു കൊണ്ട് തോളിലിരുന്ന് ചെവിയടിക്കുക എന്ന് പറയില്ലേ, ആ പണിയായിരുന്നു മുനാഫിഖുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇത്ര കടുത്ത തീരുമാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ എടുക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു ലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കില്ല എന്നാണ്. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കി, പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അള്ളാന്റെ റസൂൽ കാരുണ്യത്തിന്റെ പ്രവാചന. സ്വന്തം ഭാര്യയെ വ്യഭിചാരാരോപണം നടത്തിയ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അള്ളാന്റെ റസൂൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇമാമത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കും. അങ്ങോട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ മനോഭാവം എത്ര ഇരിക്കും? അള്ളാന്റെ റസൂൽ ഇമാമത്തിക്കാൻ വേണ്ടി നിൽക്കുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിക്കാൻ, റസൂൽ നിങ്ങൾ നിൽക്കരുത്, മുനാഫിഖീന്റെ നേതാവാണ്, അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് എന്ത് ചെയ്യണം പറഞ്ഞു. അപ്പൊ എന്താണ് ഈ യസ്തഗ്ഫിർ ലഹും 70 മറ, നിങ്ങൾ 70 തവണ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് ചോദിച്ചാലും അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അള്ളാഹുന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഞാൻ 70 കൂടുതൽ ചോദിക്കുന്ന. ഒന്നാലോചിക്കുക, അള്ളാഹുന്റെ റസൂലിന്റെ കാരുണ്യം. നിങ്ങളിലേക്ക് കാരുണ്യമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത് എന്ന് അള്ളാഹു വെറുതെ പറഞ്ഞതല്ല. എത്രയോ ഉദാഹരണങ്ങൾ, കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്നുള്ളതിന്റെ എത്രയോ മകുട ഉദാഹരണങ്ങൾ നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷേ നിസ്കരിക്കരുത് എന്ന്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടരുത് എന്നുള്ളൊരു വിലക്ക് അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ തേടിയാലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞത്. പക്ഷെ 70 തവണ തേടിയാലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞത്. അപ്പൊ റസൂൽ എന്താ പറഞ്ഞു? 70 കൂടുതൽ ഞാൻ തേടി വെക്കും, അഥവാ സ്വീകരിച്ചാലോ. പക്ഷെ തേടാൻ പാടില്ല എന്നുള്ളൊരു വിലക്ക് വന്നില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ വിലക്ക് വന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മുനാഫിഖീങ്ങൾക്ക് മയ്യത്ത് നമസ്കരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം വിലക്ക് വന്നതുകൊണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു പുറത്തു കൊടുക്കാത്തത് എന്നുള്ളതിന്റെ കാരണമാണ് അള്ളാഹു പിന്നെ എന്ത് ചെയ്യുന്നത്? ഇത് അവസാനിപ്പിക്കുന്നത്. ഇന്ന അള്ളാഹ, തീർച്ചയായും അള്ളാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങൾ അള്ളാഹു പിന്നെ നേർമാർഗത്തിലാക്കൂലാണ്. അതായത് മുനാഫിഖീങ്ങൾ ആരാണ്? അവർ ഫാസിഖീങ്ങളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കാൻ. അതായത് മനുഷ്യന്
സ്വാതന്ത്ര്യവും കഴിവും നൽകിയിട്ട് അള്ളാഹു പടച്ചു എന്നുള്ളതാണ്. മനുഷ്യന് എന്തുണ്ട്? തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. മനുഷ്യന് അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്നിട്ട് അവൻ ആ മനുഷ്യൻ ഹക്ക് തിരഞ്ഞെടുക്കാതെ ഫിസ്ക്, അതായത് ഫസാദ്, ദുർമാർഗമാണ് അവൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അള്ളാഹു പിന്നെ അവനെ നേർവഴിയിലാക്കൂല. ഒരാൾക്ക് അള്ളാഹു എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം നൽകി, അവന് കഴിവ് നൽകി, ചിന്തിക്കാനുള്ള ബുദ്ധി നൽകി, എല്ലാം നൽകി. എന്നിട്ടും അവൻ ഹക്ക് തിരഞ്ഞെടുക്കാതെ ഫിസ്കാണ് പിന്നെ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ പിന്നെ അവൻ അള്ളാഹു എന്ത് ചെയ്യില്ല? നേർമാർഗത്തിൽ ആക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നേർവഴിയിൽ പിന്നെ ഒരാളെ ആക്കിയിട്ടില്ല എങ്കിൽ, അള്ളാഹു അങ്ങനെ ഒരാളെ നേർവഴിയിലാക്കിയിട്ടില്ല എങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ എന്തില്ല? മഗ്ഫിറത്തില്ല, പാപമോചനം ഇല്ല എന്നുള്ളതാണ്. ഒരാൾ ഹക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി എന്നിട്ട് ഹക്ക് തെരഞ്ഞെടുക്കാതെ ഫിസ്കാണ് അവൻ തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ പിന്നെ അവൻ എന്തില്ല? മഗ്ഫിറത്തില്ല, അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലൻ യഗ്ഫിറ അല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കൂല. കാരണം ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകൂല എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇപ്പൊ ഇവിടെ മുനാഫിഖീൻ എന്നോ കാഫിരീൻ എന്നോ മുതകബ്ബിരീൻ എന്നോ അല്ല പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഫാസിഖീൻ എന്നാ പറഞ്ഞത്. ഈ ഫാസിഖ് എന്ന് പറയുമ്പോൾ അതിൽ എന്തു പെട്ടു? എല്ലാം പെട്ടു. മുനാഫിഖ് പെട്ടു, പിന്നെ അതേപോലെ തന്നെ കാഫിർ പെട്ടു, മുതകബ്ബിർ പെട്ടു, പിന്നെ എല്ലാവരും അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കപടത എന്ന് പറയുന്നത് അത് അത്രമേൽ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ കപടത വന്നു കഴിഞ്ഞാൽ നരകം ഉറപ്പാണ് എന്നും, അതല്ലാത്തതിൽ കപടത വന്നു കഴിഞ്ഞാൽ അത് നിഫാഖിന്റെ അടയാളമാണ് എന്നും, അവൻ പതിയെ പതിയെ നരകത്തിലേക്കാണ് അവൻ ചുവടെടുത്തു വെക്കുന്നത് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് നിഫാഖ് ഒരു ലെവലേശം പോലും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ സംസാരത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, റമദാൻ അവസാനിച്ചു. പക്ഷേ അതോടുകൂടി നമ്മളുടെ ഈമാനും അവസാനിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിൽ നിഫാഖ് ഉണ്ട് എന്നുള്ളതാണ്. റമദാൻ അവസാനിച്ചു, അതോടുകൂടി നമ്മുടെ നന്മകളും അവസാനിച്ചു. റമദാനിന് മുമ്പ് എന്തൊരു ജീവിതമാണോ അതേ ജീവിതത്തിലേക്ക് നേരെ യൂട്ടേൺ അടിക്കുകയാണെങ്കിൽ നമ്മുടെ അരികിൽ നിഫാഖ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു നിഫാഖിന്റെ ആളാണ്. റമദാൻ വരുമ്പോൾ അതിനു വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടൊന്നും ഇങ്ങനെ നന്നായി റസൂലിനെയും സ്വഹാബാക്കളെയും കാണുമ്പോൾ ഒരിടയിൽ ഞങ്ങളും വിശ്വാസികളെന്ന് പറഞ്ഞിട്ട് മുനാഫിക്കങ്ങളായിരുന്നു, അത് കഴിഞ്ഞാലോ നേരെ ഉൾട്ടേക്ക് പോകും. എന്നാൽ മറ്റേ റമദാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തോന്നിപ്പിച്ച് നമ്മുടെ കർമ്മങ്ങളിൽ നിഫാഖ് വരുന്നൊരവസ്ഥ അത് ഉണ്ടാകരുത്. റമദാൻ കഴിഞ്ഞാലും അത് തുടർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കർമ്മങ്ങളിൽ നിഫാഖ് വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിശ്വാസത്തിൽ നിഫാഖ് കടന്നുകൂടാതിരിക്കാനും നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. ഇനി കപട വിശ്വാസികൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അത് ഇൻഷാ അള്ളാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ സൂചിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാനും അതനുസരിച്ച് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ നന്മകൾ അത് എത്ര ചെറുതാണെങ്കിലും സ്ഥിരമായി സ്ഥായിയായി നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ നോമ്പും സകാത്തും നമസ്കാരവും സ്വതക്കയും ഖിയാമുൽ ലൈലും ലൈലത്തുൽ ഖദറും അങ്ങനെ എല്ലാ നന്മകളും അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. റയ്യാനുള്ള കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. اللهم اجعل دولة الإمارات آمنا مطمئنا وسائر بلاد المسلمين. اللهم احفظ بلاد المسلمين من كل مكان يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. والسلام عليكم ورحمة الله وبركاته.